നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളമാണ് പഠിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA മലയാളം കോഴ്സിന് 3ാം സെമസ്റ്ററിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ദൃശ്യകലാസാഹിത്യം, അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വൈശാഖ് KV. ഞാൻ 10 വർഷത്തോളമായി മലയാള അധ്യാപന രംഗത്ത്. ഇത്രയുമാണ് എന്നെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ. നമുക്ക് ഒട്ടും ആമുഖത്തിൻ്റെ മുഖവരിയൊന്നുമില്ലാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൃശ്യകലാ സാഹിത്യമാണ് പഠിക്കുന്നത്, അല്ലേ? നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് കലകളും ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ നാട് കേരളം. ഇവിടെയുള്ള കലകളെ വളർത്തുന്നതിനോടൊപ്പം തന്നെ കടൽ കടന്നു വന്ന കലാരൂപങ്ങളെയൊക്കെ പരിപോഷിപ്പിച്ച നാടുകൂടിയാണ് നമ്മുടെ നാട്. ഇതൊക്കെയാണ് നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്ക് കലയുടെ കാര്യത്തിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ, അല്ലേ? ഇവിടെ ഒരുപാട് കലാരൂപങ്ങൾ വളർന്ന് വികസിച്ച നാടാണ്. അതിന് പ്രോത്സാഹനം നൽകിയ ആളുകളുള്ള നാടാണ്. അതിനെ വളർത്തിയ നാടാണ്. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആളുകളും കലാരൂപങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം പഠിക്കുവാനും ഒരുപാട് തൽപരരാണ് നമ്മളൊക്കെ എന്ന് പറയാം. നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ എന്ന് പറയുന്ന ആ കോഴ്സിൻ്റെ ആദ്യത്തെ യൂണിറ്റ്, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആരോമൽ ഉണ്ണിയുടെ അങ്കപ്പുറപ്പാട്. ആരോമൽ ഉണ്ണിയുടെ അങ്കപ്പുറപ്പാട് എന്ന് പറയുന്ന ആ യൂണിറ്റ്, അല്ലെങ്കിൽ ആ വടക്കൻ പാട്ടിലെ ഒരു ഭാഗം, അത് ഒരു MR രാഘവ വാര്യർ, അല്ലേ, അദ്ദേഹം തയ്യാറാക്കിയ ഒരു പഠന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ്. അദ്ദേഹം ഇതിൽ വടക്കൻ പാട്ടുകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ വടക്കൻ പാട്ടുകൾ, പ്രത്യേകിച്ച് അല്ലെ ഈ നാടൻ പാട്ടുകളിലെ വടക്കൻ പാട്ടുകളിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണ്. ആര്? MR രാഘവ വാര്യർ. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ചരിത്രകാരനാണ്, ഗവേഷകനാണ്, ഫോക്ലോറിസ്റ്റാണ്. നാടോടി വിജ്ഞാനീയത്തെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ ഗവേഷണമൊക്കെ നടത്തുന്ന അദ്ദേഹം, അല്ലേ, പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം, അടിവേരുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് MR രാഘവ വാര്യർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ് വടക്കൻ പാട്ടുകളുടെ പണിയാല, അല്ലേ? അദ്ദേഹം വടക്കൻ പാട്ടുകളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ വടക്കൻ പാട്ടുകളുടെ പണിയാല. ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച്, എഴുത്തുകാരനെക്കുറിച്ച് ആമുഖമായിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിൽ, അല്ലേ, രണ്ടാമത്തെ പേജിൽ തന്നെ എന്ത് നൽകിയിട്ടുണ്ട്? എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ യൂണിറ്റ് പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ നേടേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, നമ്മളിൽ ഉണ്ടാകേണ്ട കഴിവുകൾ എന്തൊക്കെയാണ് എന്നതാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ, അല്ലേ? ഈ പ്രാഥമിക അറിവുകൾ നമ്മൾ നേടേണ്ടതുണ്ട്. ഒന്നാമത്തത്, നാടൻ പാട്ടുകളെക്കുറിച്ച് അറിവ് നേടണം. എന്താണ് നാടൻ പാട്ടുകൾ എന്നതിനെക്കുറിച്ച് ഏകദേശ ധാരണ നമ്മൾ നേടിയിരിക്കണം. പിന്നീട് വടക്കൻ പാട്ടിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നു. എന്താണ് ഈ വടക്കൻ പാട്ട്, എന്താണ് ഈ നാടൻ പാട്ട്, ഇവ മനസ്സിലാക്കുന്നു. പിന്നീട് കഥാഗാനങ്ങളുടെ സവിശേഷതകൾ കണ്ടെത്തുന്നു, അല്ലേ? എന്താണ് ഈ കഥാഗാനങ്ങൾ? ഇത് മൂന്ന് തരത്തിലാണ്: നാടൻ പാട്ട്, വടക്കൻ പാട്ട്, കഥാഗാനങ്ങൾ. ഇത് ഒരു തരംതിരിവാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മുന്നോട്ടുള്ള ഇനി പറയുന്ന സെഷനിൽ നമ്മളിത് പറയും. എന്താണ് നാടൻ പാട്ട്, എങ്ങനെയാണ് നാടൻ പാട്ട് ഉണ്ടായത്, അതിൻ്റെ ആദ്യ രൂപം എങ്ങനെയാണ്, അല്ലേ? നാടൻ പാട്ടുകളുടെ ഉള്ളിലുള്ള ആശയം എന്താണ്, അതെവിടെ നിന്ന് ഉടലെടുത്തു,
ആരൊക്കെയാണ് അതിൻ്റെ ആളുകൾ, അതിലെന്താണ് പ്രതിപാദ്യം, അതേപോലെ വടക്കൻ പാട്ടിനെ കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. എന്താണ് വടക്കൻ പാട്ട്, വടക്കൻ പാട്ടിൻ്റെ പ്രമേയം എന്താണ്, അത് ആരെക്കുറിച്ചിട്ടുള്ളതാണ്, ആ കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കും. പിന്നെ കഥാഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ബലാഡ്സ്, അതായത് നമ്മുടെ ഈ കഥാഗാനങ്ങൾ പേരിൽ തന്നെയുണ്ട് എന്താണ് കഥാഗാനങ്ങൾ, അതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് ശേഷം നമുക്ക് ആരോമലുണ്ണിയുടെ അംഗപ്പുറപ്പാട് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ പ്രാഥമികമായ ഈ അറിവുകൾ ഉണ്ടെങ്കിലേ ആ പാഠഭാഗം നമുക്ക് പഠിച്ചിട്ട് കാര്യമുള്ളൂ. പരീക്ഷയിലും അധികവും ചോദിക്കുക ഈ നാടൻ പാട്ടിനെയും വടക്കൻ പാട്ടിനെയും കഥാഗാനങ്ങളെയും കുറിച്ചിട്ടുള്ള പ്രാഥമികമായ അറിവുകൾ നിങ്ങൾ നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദ്യകർത്താവ് ഇടുക, അല്ലേ? അത് നിങ്ങൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് സെൽഫ് അസസ്മെൻറ്റ് പോലെയുള്ള ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും ഏതിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. എന്താണ് ഈ നാടൻ പാട്ടുകൾ? നാടൻ പാട്ടുകൾ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നാടൻ പാട്ടുകൾ നമ്മുടെ പഠന വിഷയമായിട്ടൊക്കെ പാഠപുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട് നാടൻ പാട്ടുകൾ. പക്ഷേ നമ്മൾ നാടൻ പാട്ടുകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് ഈ മലയാളം BA മലയാളം ഐച്ഛിക വിഷയമായിട്ട് എടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിലാണ്. കാരണം നമ്മൾ നാടൻ പാട്ടുകളെക്കുറിച്ച് ഒരു ലളിതമായ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. നമ്മൾ BA മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്കെന്ത് വേണം? നാടൻ പാട്ടുകളെക്കുറിച്ച് ഒരു ആഴത്തിലുള്ള ഒരു ധാരണ, എന്താണ് നാടൻ പാട്ടുകൾ എന്നതിനെക്കുറിച്ച് ഒരാഴത്തിലുള്ള ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ നാടൻ പാട്ടുകൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നാടൻ പാട്ടുകൾ അറിയാത്ത ഒരു BA മലയാളം വിദ്യാർത്ഥിയും ഉണ്ടാകാൻ പാടില്ല, അല്ലേ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പതിയെ തുടങ്ങാം. എന്താണ് ഈ നാടൻ പാട്ടുകൾ? നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ആദ്യ രൂപമാണ്. അല്ലെങ്കിൽ സാഹിത്യം, നമ്മുടെ ഏത് സാഹിത്യം എടുത്തു കഴിഞ്ഞാലും അത് മലയാള സാഹിത്യമായിക്കോട്ടെ, അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള പാശ്ചാത്യ സാഹിത്യം എടുത്തുകൊള്ളട്ടെ, ഏത് സാഹിത്യമായാലും അതിൻ്റെ പ്രാരംഭഘട്ടം, പ്രാഥമിക ഘട്ടം എന്നൊക്കെ പറയുന്നത്, പ്രൈമറി സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് ഈ നാടൻ പാട്ടുകൾ തന്നെയാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എല്ലാ ചരിത്രകാരന്മാരും, ഭാഷാ ചരിത്രകാരന്മാരും ഒക്കെ ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. കാരണം എല്ലാ സാഹിത്യ രൂപത്തിൻ്റെയും ആദ്യത്തെ രൂപം നാടൻ പാട്ടുകളാണ്. അപ്പോൾ നാടൻ പാട്ടുകൾ സാഹിത്യത്തിൻ്റെ ആദ്യ രൂപമാണ്. മലയാള സാഹിത്യത്തിൻ്റെയും ആദ്യ രൂപമായിട്ട് നാടൻ പാട്ടുകളെ നമുക്ക് കണക്കാക്കാം. അതേപോലെ നാടൻ പാട്ടുകളുടെ കാലഘട്ടം വരമൊഴിക്ക് മുമ്പാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇന്ന് നമുക്ക് എഴുതുവാനും അത് കവിതയായിട്ട് എഴുതുവാനും അത് പ്രിൻ്റ് ചെയ്യുവാനും DTP ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് പ്രസ് അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. എന്നാൽ കൃത്യമായിട്ട് ലിപിയോ അക്ഷരാഭ്യാസമോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് രൂപം കൊണ്ട പാട്ടുകളാണ് ഈ നാടൻ പാട്ടുകൾ. അതായത് വരമൊഴിക്ക് മുമ്പേ രൂപപ്പെട്ടു എന്നർത്ഥം. അതെവിടെയും എഴുതി വെച്ചിട്ടില്ല. കാരണം എഴുതി വെക്കാതെ ഇതെങ്ങനെയാണ് പിന്നെ ഇന്ന് നമ്മുടെ കൈകളിലെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് പകർന്നു കിട്ടിയതാണ്. എങ്ങനെ പകർന്നു കിട്ടി? എഴുത്തോലകളിൽ നിന്ന് എഴുത്തോലകളിലേക്കല്ല, നാവിൽ നിന്നും നാവിലേക്കാണ് പകർന്നു കിട്ടിയത്, അല്ലേ? ഒരാളുടെ നാവിൻ തുമ്പത്ത് നിന്ന് അടുത്ത തലമുറയിലേക്ക്. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൽ നിരന്തരം ചില മാറ്റങ്ങളൊക്കെ വരും. ആ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ ആ നാടൻ പാട്ടുകളിൽ നേളിക്കും, അല്ലേ? അതായത് അനുശ്രുതം, ചില മാറ്റങ്ങളൊക്കെ അതിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലേ? അങ്ങനെ നമുക്ക് കൈമാറി വന്നതാണ് ഈ നാടൻ പാട്ടുകൾ. അപ്പോൾ കവിതാ സാഹിത്യത്തിൻ്റെ പൂർവ്വരൂപമാണ് നാടൻ പാട്ടുകൾ, അല്ലേ? മലയാള കവിതാ സാഹിത്യത്തിൻ്റെ അടിവേരായിട്ട് നമുക്ക് ഈ നാടൻ പാട്ടുകളെ കാണാം എന്ന് പറയാം. പിന്നെയോ കൂട്ടായ്മയുടെ സൗന്ദര്യവും ശക്തിയും നാടൻ പാട്ടുകൾക്കുണ്ട്. കൂട്ടായ്മയുടെ സൗന്ദര്യവും ശക്തിയും എന്ന് പറയുന്നത്, നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പാട്ടുകളല്ല. അല്ലാതെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ആൾ മാത്രമല്ല ഈ നാടൻ പാട്ടുകളുടെ
ഉദയത്തിന് പുറകിലും അതിൻ്റെ വളർച്ചയ്ക്ക് പുറകിലും. അതിൽ ഒരുപാട് പേർ അതിൽ പങ്കാളികളാണ്. അല്ലേ, അതായത് ഒരു വ്യക്തി ഒരു സ്ഥലത്തിരുന്ന് തയ്യാറാക്കിയ പാട്ടല്ല അത്. അത് എങ്ങനെ രൂപം കൊണ്ടു? അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ഇല്ലായ്മകളിൽ നിന്ന്, അവരുടെ ആകുലതകളിൽ നിന്ന്, അല്ലേ, അവരുടെ വിഷമങ്ങളിൽ നിന്ന്, ഇതൊക്കെ അങ്ങനെയുള്ള ആ ഇടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ നാടൻ പാട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടത് കൊണ്ട് തന്നെ ഇത്തരം പാട്ടുകൾ ആത്മനിഷ്ഠമായിരിക്കും. അതായത് അവരുടെ ജീവിതവുമായിട്ട്, അവരുടെ മനസ്സുമായിട്ട്, അവരുടെ ചിന്തകളൊക്കെ ആയിട്ട്, അല്ലേ, അവരുടെ വികാരങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് ഈ നാടൻ പാട്ടുകൾ. പിന്നെയോ കൂട്ടായ്മയുടെ സൗന്ദര്യവും ശക്തിയും. അതായത് ഒരു വ്യക്തിയല്ല എന്നതർത്ഥം, ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ കൈമാറി നിരന്തരം കൈമാറി നമുക്ക് ലഭിച്ചതാണ്. ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ നാടൻ പാട്ടുകൾ. ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരാളിലോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കർത്തൃത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രചനാസ്ഥാനം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ല. കാരണം അതൊരു വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ നാടൻ പാട്ടുകൾ. അത് ചിലപ്പോൾ നമുക്ക് എന്ത് പറയാം, അവർ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലേ രൂപപ്പെട്ടതായിരിക്കാം. അങ്ങനെ പണിപ്പാട്ടുകൾ, അല്ലേ. പിന്നെ അവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ അവരുടെ ആ തൊഴിലിടങ്ങളിൽ അവരുടെ ആ വിഷമതകളും ഒക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടതാകാം ഈ നാടൻ പാട്ടുകൾ. അപ്പോൾ കൂട്ടായ്മയുടെ സൗന്ദര്യവും ശക്തിയും നാടൻ പാട്ടുകൾക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സവിശേഷതയാണ്, അല്ലേ. പിന്നെയോ ചരിത്രമില്ലായ്മയും കൂടി നാടൻ പാട്ടിൻ്റെ ഒരു സവിശേഷതയാണ്, അല്ലേ. നാടൻ പാട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് അതിനെ ഒരിക്കലും ഒരു തരത്തിലും അതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പത്തി, അല്ലേ, അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താ, അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇന്ന് നിലവിലില്ല. ഒരു കാര്യത്തിൻ്റെ ഉൽപ്പത്തി നമ്മൾ അറിയണമെങ്കിൽ അതിനെ തെളിവുകൾ നമുക്ക് വേണം. എങ്കിലേ നമുക്കിത് ഇന്ന കാലഘട്ടത്തിൻ്റെ രചനയാണ്, അല്ല ഇന്നുണ്ടായതാണ്, ഈ ഇടങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത് എന്നുള്ള ഒരു കൃത്യമായൊരു ചരിത്രമില്ലായ്മ ഈ നാടൻ പാട്ടുകളുടെ ഒരു പ്രത്യേകതകളാണ്. പിന്നെയോ മനുഷ്യജീവിത താളത്തിൻ്റെ ലയവും ചടുലതയും കൃത്യമായി സമ്മേളിച്ചുണ്ടായവയാണ്. ജീവിത താളത്തിൻ്റെ ലയവും ചടുലതയും, അല്ലേ, അവൻ്റെ ജീവിതവും ഒക്കെ ആയിട്ട് ജീവിതഗന്ധിയാണ് ഈ നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയാം. അവൻ്റെ ജീവിതവുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ഈ നാടൻ പാട്ടുകൾ എന്ന് നമുക്ക് പറയാം. പിന്നീടോ ആത്മനിഷ്ഠമാണ്. അത് സൂചിപ്പിച്ചു അല്ലേ. ആത്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഈ നാടൻ പാട്ടുകൾ. പിന്നീട് പറയുന്നു, നാടൻ പാട്ടുകൾ സാംസ്കാരിക കലവറയാണ്, കൾച്ചറൽ ട്രഷറി എന്ന് അടയാളപ്പെടുത്തുന്നു. കാരണം നാടൻ പാട്ടുകൾ ഞാൻ പറഞ്ഞു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രമാണ്, ഒരു കാലഘട്ടത്തിൻ്റെ രൂപം, ഏകദേശ ചിത്രം, ആ കാലഘട്ടത്തിൻ്റെ ചിത്രം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നതാണ് ഈ നാടൻ പാട്ടുകൾ. അപ്പോൾ നമുക്ക് അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലെ ഭക്ഷണ രീതി, ആചാരങ്ങൾ, അല്ലേ, അവരുടെ ജീവിതത്തെക്കുറിച്ച്, ചിലപ്പോൾ അവരുടെ വേഷങ്ങളെക്കുറിച്ച്, കൃഷിപ്പാട്ടുകളിൽ നിന്ന് ചിലപ്പോൾ അവരുടെ കൃഷി രീതികളെക്കുറിച്ച് ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാടൻ പാട്ട് എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കലവറയാണ്, കൾച്ചറൽ ട്രഷറി എന്ന് നമുക്ക് നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാം. ഒരു നിധികുംഭമാണ്, അല്ലേ, നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു നിധികുംഭമായിട്ട് നമുക്ക് നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാടൻ പാട്ടുകളെക്കുറിച്ച് പാഠഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 2 കുറച്ച് കാര്യങ്ങൾ, അല്ലെ, ആമുഖക്കുറിപ്പോട് കൂടി നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നാടൻ പാട്ട് എന്ന് പറയുന്ന രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും, അല്ലേ. അത്തരത്തിൽ വേണം നമ്മൾ ഉത്തരം എഴുതാൻ. ഉത്തരത്തിന് ഇത്തരത്തിലൊരു ഘടന ഉണ്ടായിരിക്കണം.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ പറയണം. നാടൻപാട്ട് സാഹിത്യത്തിൻ്റെ ആദ്യ രൂപത്തെ കുറിക്കുന്നു. വരമൊഴിക്ക് മുമ്പ് രൂപപ്പെട്ടതാണ്. കവിതാ സാഹിത്യത്തിൻ്റെ പൂർവ്വരൂപമാണ്. കൂട്ടായ്മയുടെയും സൗന്ദര്യവും ശക്തിയുമാണ് നാടൻപാട്ടുകൾ. മനുഷ്യജീവിത താളത്തിൻ്റെ ലയവും ചടുലതയും കൃത്യമായിട്ട് സമ്മേളിച്ചുണ്ടായവയാണ് നാടൻപാട്ടുകൾ, അല്ലേ? പിന്നീടോ നാടൻപാട്ടുകൾ സാംസ്കാരിക കലവറ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അന്ന് നിലവിലുണ്ടായിരുന്ന ജീവിത രീതി, ആചാരങ്ങൾ, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ കൃഷിരീതികൾ, ഇവയൊക്കെ നമുക്ക് ഈ പാട്ടുകളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ നാടൻ പാട്ടുകളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും ഈ നാടൻ പാട്ടുകൾക്ക് മുന്നേ ഈ നാടൻ പാട്ടുകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഒരു വിദേശിയായ ഒരാൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന രീതി എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ആദ്യം വന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിദേശി, അല്ലേ, CM ബൗറ എന്ന് പറയുന്ന ഒരാൾ ഒരു പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രിമിറ്റീവ് സോങ്സ്, അല്ലേ, എന്ന പുസ്തകത്തിൽ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ ആദിമഗാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ നാടൻ പാട്ടുകളെയല്ല ആദ്യകാലത്തുള്ള പാട്ടുകളെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പ്രാകൃത മനുഷ്യൻ പരിണമിച്ച്, അല്ലേ, ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ മാറിയാണല്ലോ ഇന്ന് കാണുന്ന തരത്തിലുള്ള മനുഷ്യനായി തീർന്നത്, അല്ലേ? ഇന്ന് കാണുന്ന തരത്തിൽ നല്ല പരിഷ്കാരിയായ ഒരു മനുഷ്യനായിട്ട് തീർന്നത്. എന്നാൽ ഇതേപോലെയാണ് നമ്മുടെ ഈ പാട്ടുകളുടെ ഉത്ഭവവും, അല്ലേ, പാട്ടുകളുടെ ഘട്ടവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാംസ്കാരിക വളർച്ച നേടിയാണ് ഇന്ന് മനുഷ്യൻ ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കുന്നത്, അല്ലേ? ആ പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത്തരം പാടാനും ആടാനുമുള്ള കഴിവ് മനുഷ്യന് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആദിമഗാനം, അല്ലേ, എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് മനുഷ്യർ ആദിമകാലത്ത് വേട്ടയാടുന്ന സമയങ്ങളിലൊക്കെ, അല്ലേ, വേട്ടയാടാൻ ശ്രമിച്ചിരുന്ന സമയങ്ങളിലും അവരുടെ ഒഴിവ് സമയങ്ങളിലും അവരൊക്കെ എന്ത് ചെയ്യും? അവർ വലിയ അഗ്നിവലയങ്ങൾക്ക് ചുറ്റും അവരെന്ത് ചെയ്യും? വലയം വെച്ച് നൃത്തം ചെയ്യും. അഗ്നിവലയം എന്ന് പറഞ്ഞാൽ അഗ്നികുണ്ഡങ്ങൾക്ക് ചുറ്റും നിന്നിട്ട് അവർ നൃത്തം ചെയ്യും. അത് വ്യത്യസ്ത താളങ്ങളിലൂടെയും, അല്ലെ, വ്യത്യസ്ത രീതിയിലായിരിക്കും അവരുടെ നൃത്തം. ഇന്ന് നമ്മൾ കാണുന്നില്ലേ ക്യാമ്പ് ഫയർ പോലെ നമ്മൾ വിനോദയാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്, അല്ലേ? അത്തരത്തിൽ ഇവരെന്ത് ചെയ്യും? വലിയ ഗുഹയ്ക്കരികിലോ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്തിൻ്റെയോ, അതായത് കാടിനുള്ളിൽ വലിയ അഗ്നികുണ്ഡങ്ങളൊക്കെ തീർത്തിട്ട് അതിന് ചുറ്റും കൂട്ടമായിട്ട് വലയാകൃതിയിൽ അവരെന്ത് ചെയ്യും? നൃത്തം ചെയ്യും. ആ നൃത്തത്തിലെ ചുവടുകളിൽ നിന്നാണ് ഇത്തരത്തിൽ താളമുണ്ടായത്. ആ താളങ്ങളിനെ പിന്തുടർന്നാണ് പിന്നീട് പാട്ടുകളുണ്ടായത്. പിന്നീട് ആ താളവും ആ പാട്ടുകളും തമ്മിൽ ഒരു ബന്ധമുണ്ടായി എന്നാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്, അല്ലെ? ആദിമഗാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ പാട്ടുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള താളാത്മകമായ ചലനങ്ങളിൽ നിന്നാണ് ഈ പാട്ടുകളുടെ ഉറവിടം എന്ന് CM ബൗറ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു. ഇങ്ങനെയുള്ള ഈ ചലനങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഒരു വിനോദം എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു അർത്ഥവും അതിനില്ല. കുറച്ച് സമയം അങ്ങനെ ചിലവഴിക്കണം എന്നതിൽ കവിഞ്ഞ് വേറൊരർത്ഥവും അതിന് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ആശയത്തിന് അല്ല പ്രാധാന്യം നൽകിയിരുന്നത്, താളത്തിനായിരുന്നു, അല്ലേ? ആശയത്തിന് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനെയാണ് പാട്ടുകളൊക്കെ രൂപപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. പിന്നീട് അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ആദിമകാലത്ത്, അല്ലേ, പ്രാകൃത മനുഷ്യൻ വേട്ടയാടാനൊക്കെ ഉൾക്കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അതിന് മുൻപേ അവരെന്ത് ചെയ്യും? അവരുടെ ദൈവമായിട്ട് പ്രകൃതിയായിരിക്കും, അല്ലേ? വലിയ മരത്തിനെയോ അല്ലെങ്കിൽ അവിടെ പ്രകൃതി ശക്തികളെയൊക്കെയാണ് ആരാധിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ്. പ്രകൃതിയുടെ ശക്തികളെ, ഇടി, മഴ, മിന്നൽ, മരങ്ങൾ, അങ്ങനെയുള്ളതിനെയൊക്കെയാണ് അവർ ആരാധിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ആരാധനാ ഘട്ടത്തിൽ
അവരെന്ത് ചെയ്യും, ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നടത്തുന്ന ചലനങ്ങൾ, ചുവടുവെപ്പുകൾ, അതുപോലെ ശബ്ദങ്ങൾ, അതിലൂടെയൊക്കെയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ചിലപ്പോൾ പാവന ഗീതങ്ങളും മതപരമായ ഗാനങ്ങളൊക്കെ രൂപപ്പെട്ടത് എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? അതൊക്കെ അതിൻ്റെ ആദ്യ രൂപമായിട്ട് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ മനുഷ്യൻ ആദ്യ കാലഘട്ടങ്ങളിൽ ആരാധിച്ചിരുന്നത് പ്രകൃതിയെ തന്നെയായിരുന്നു. ആ പ്രകൃതിയെ ആരാധിച്ച് പിന്നീട്, അല്ലേ, കാവ് സംസ്കാരമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മളിന്ന് കാണുന്നില്ലേ, പിന്നെ കാവ് എന്ന് പറയുന്നത് തന്നെ വൃക്ഷങ്ങളെ ആരാധിക്കലും അതിൻ്റെ ജൈവ വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കുന്നതൊക്കെയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ പ്രാകൃത മനുഷ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അതിന്നും തലമുറകളിലൂടെ നമ്മൾ കൈമാറി വരുന്നു എന്ന് മാത്രം. അപ്പോൾ അതാണ് CM ബൗറ പറഞ്ഞ ഒരു കാര്യം. പിന്നീട് ഈ നാടൻ പാട്ടുകളുടെ ഉൽപ്പത്തി അന്വേഷിച്ച് പോകുക, അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് പോകുക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. വേണമെങ്കിൽ വെള്ളത്തിൽ വരച്ച വര എന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം എന്താണെന്നറിയോ, ഈ നാടൻ പാട്ടുകൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അതെവിടെ ഉദയം കൊണ്ടു, ആരുടെയൊക്കെ പിന്നെ ജീവിതമൊക്കെയാണ്, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഏതൊക്കെ കൂട്ടായ്മയുടെ ഭാഗമാണ്, ഏത് കാലഘട്ടത്തിലുണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്ക് വസ്തുതാപരമായിട്ടുള്ള യാതൊരു തെളിവുകളും ലഭിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകളെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്നത് ഒരു സമയം പാഴ്വേലയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? കൃത്യമായൊരു ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് സമർത്ഥിക്കാം. ഇതൊക്കെയാണ് നാടൻ പാട്ടുകളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നാടൻ പാട്ടുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നാടൻ പാട്ടുകളെ അതിൻ്റെ പ്രതിപാദ്യം അനുസരിച്ച് അതിനെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ 6 വിഭാഗങ്ങളായിട്ട് 6 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ദേവതാ പൂജയാണ്. രണ്ടാമത്തത് ദേവതാ പൂജാപരമായ പാട്ടുകൾ, നാടൻ പാട്ടുകൾ എന്ന് പറയാം. രണ്ടാമത്തത് വീരപുരുഷാരാധന. മൂന്നാമത്തത് വിനോദം, അല്ലേ? നാലാമത്തെ ശാസ്ത്രം, കുലവൃത്തി, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലേ? പിന്നീടോ സദാചാരവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ 6 തരത്തിലാണ് അദ്ദേഹം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്ത് ചെയ്തത്, നാടൻ പാട്ടുകളെ തരംതിരിച്ചിരിക്കുന്നത്. പല ആളുകളും പല തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ അപ്പൻ തമ്പുരാൻ, അല്ലേ, അപ്പൻ തമ്പുരാൻ 12 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉള്ളൂറാണെങ്കിൽ 6 തരത്തിൽ. അപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളൂരിനെ പരിഗണിക്കാം. കാരണം കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് ഒരു ആധികാരിക ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ പ്രകാരം ഉള്ളൂർ 6 തരമായിട്ട് നാടൻ പാട്ടുകളെ തരംതിരിച്ചിട്ടുണ്ട്. അതിലടിസ്ഥാനം അതിൻ്റെ ഉള്ളിലുള്ള പ്രതിപാദ്യം എന്താണോ അതനുസരിച്ചിട്ടാണ്. ദേവതാ പൂജാപരമായ പാട്ടുകൾ, പിന്നെ വീരപുരുഷാരാധനാപരമായ പാട്ടുകൾ, വീരപുരുഷന്മാരെയൊക്കെ ആരാധിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, അത് ഒരു തരത്തിൽ നമ്മളെ വടക്കൻ പാട്ടുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടാകും. അത്തരത്തിലുള്ളതാണല്ലോ വടക്കൻ പാട്ടുകൾ അധികവും തന്നെ, അല്ലെങ്കിൽ എല്ലാം തന്നെ. പിന്നീട് വിനോദപരമായിട്ട് അവരുടെ ഒഴിവ് വേളകളിൽ അവർക്ക് സമയം, അല്ലേ, ചിലവഴിക്കാനുള്ള വിനോദ പാട്ടുകൾ, ശാസ്ത്രത്തെക്കുറിച്ചുള്ള പാട്ടുകൾ, കുലവൃത്തി, അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പണിപ്പാട്ടുകൾ, ഇതൊക്കെ കുലവൃത്തിയുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ സദാചാരവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ. ഇങ്ങനെ നാടൻ പാട്ടുകൾ 6ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് എന്താണ് കഥാഗാനങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കഥാഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നാടൻ പാട്ടുകളുടെ ഒരു വിഭാഗമാണ്. നാടൻ പാട്ടുകളിലുള്ള ഒരു ടൈപ്പാണ് ഈ കഥാഗാനങ്ങൾ. അപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പാട്ടുകഥകൾ എന്ന് കൃത്യമായിട്ട് പറയാം, അല്ലേ? പാട്ടുകഥകൾ എന്ന പേര് കൂടി ഇതിനുണ്ട്, കഥാഗാനങ്ങൾ എന്നതിനുണ്ട്. അതായത് ഒരു കഥയോ ഒരു സംഭവമോ ഏതെങ്കിലും ഒരു കാര്യമോ വിവരിക്കുന്നതാണ് ഈ കഥാഗാനങ്ങൾ. നടന്നതോ, അല്ലേ, അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളോ വീരകഥകളോ കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ ഇവയൊക്കെ ആകാം ഇതിലുള്ള കഥാഗാനങ്ങൾക്ക് വിഷയമായിട്ട് വരിക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വർണ്ണനകൾ, അതിനെക്കുറിച്ചിട്ടുള്ള, അല്ലേ, നമ്മളെ ആവേശത്തിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ സ്മരണകൾ, അവരുടെ ജീവിതമൊക്കെ ഇതിൽ നിന്ന് കിട്ടും, കഥാഗാനങ്ങളിൽ നിന്ന് കിട്ടും.
പിന്നെ ഈ കഥാഗാനങ്ങളിലെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോൾ 2 പറയുക, വടക്കൻ പാട്ടും തെക്കൻ പാട്ടും. മൂന്നാമത് ഒരു തരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഇടനാടൻ പാട്ട്. അതായത് വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചതാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ട് വടക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കോലത്ത് നാട് അല്ലെ കോലത്തിരി നാടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഈ വടക്കൻ പാട്ടുകളിൽ വരും. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ വടകര അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്നീ പ്രദേശങ്ങളിലൊക്കെ അല്ലേ ഉള്ള പാട്ടുകളൊക്കെയാണ് ഇത് വടക്കൻ പാട്ട്. ഇതൊക്കെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഉണ്ട്, അവിടെ ലോകനാർക്കാവും ഒക്കെ ഉണ്ട് വടകരയിൽ. അപ്പം അത്തരത്തിൽ യഥാർത്ഥ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ വടക്കൻ പാട്ടിൻ്റെ അടിസ്ഥാനം. അപ്പോൾ വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ അതാണ് വടക്കൻ മേഖലയിൽ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്താണ് ഇത് പാടി പ്രചരിച്ചിരുന്നത്. പാണന്മാർ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പാടി നടന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ചാരൻ പാട്ടുകൾ എന്ന് പറയും അല്ലേ. ചാരൻ പാട്ടുകൾ എന്നുകൂടി ഈ വടക്കൻ പാട്ടുകളെ വിശേഷിപ്പിക്കാറുണ്ട്. പിന്നീട് തെക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ തെക്കുഭാഗം, തിരുവിതാംകൂർ അല്ലെ തിരുവനന്തപുരം ആ ഭാഗങ്ങളിൽ ഒക്കെയുള്ള രാജാക്കന്മാർ തമ്മിലുള്ള അല്ലെ തമ്പുരാന്മാർ തമ്മിലുള്ള പോരാട്ട വീര്യത്തിൻ്റെ ഒക്കെ അല്ലെ കുടിപ്പകയുടെ ഒക്കെ കാര്യം പറയുന്ന പാട്ടുകൾ, അതേപോലെ നീലികഥ, അഞ്ചു തമ്പുരാൻ പാട്ട്, ഇരവികുട്ടിപ്പിള്ളപ്പോര്, സതി, ചെമ്പകവല്ലി ഇവയൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്, തെക്കൻ പാട്ടുകളുടെ ഉദാഹരണമാണ്. അപ്പോൾ ഈ വടക്കൻ പാട്ടുകളെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. കാരണം നമുക്ക് പാഠ്യവിഷയമായിട്ടുള്ളത് പഠിക്കാനായിട്ടുള്ളത് ഏതാണ്? ആരോമൽ ഉണ്ണിയുടെ അങ്കപ്പുറപ്പാട്. അത് വടക്കൻ പാട്ടുകളുടെ ഗണത്തിൽപ്പെടാവുന്ന ഒരു പാട്ടാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വടക്കൻ പാട്ടുകൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. വടക്കൻ പാട്ടുകൾ അധികവും നമ്മുടെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് പാടി പ്രചരിച്ചിരുന്ന പാട്ടുകളാണ്. ഇതിൻ്റെ പ്രധാന പ്രതിപാദ്യം എന്താണ്? ആയോധന കലയായ കളരി വിദ്യകളെക്കുറിച്ചും പിന്നെ അതേപോലെ അവരുടെ അംഗങ്ങളെക്കുറിച്ചും, അംഗം ചുവടുവെപ്പ് അല്ലേ, അല്ലെങ്കിൽ ആയുധ പരിശീലനം, പിന്നെ അവരുടെ പക, കുടിപ്പക, പുത്തരി അംഗം ഇവയൊക്കെ പ്രതിപാദ്യമാണ് ഈ വടക്കൻ പാട്ടുകൾക്ക്. ഇതൊക്കെയാണ് വടക്കൻ പാട്ട്. അന്ന് പ്രധാനമായിട്ടും 2 തറവാടുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ. വടക്കൻ പാട്ടിൽ 2 തറവാടുകളാണ്. ഒന്ന് വടക്കൻ പാട്ടിലെ മാണിക്കോത്ത്, തച്ചോളി മാണിക്കോത്ത് വീട് എന്ന് പറയും. തച്ചോളി മാണിക്കോത്ത് വീട് എന്ന് പറയുന്നത് ഒരു നായർ തറവാടാണ്. അതിനെ കേന്ദ്രീകരിച്ചുള്ള പാട്ടുകളുണ്ട്. പിന്നെ പുത്തൂരം തറവാട് അല്ലേ, പുത്തൂരം തറവാടിനെ ചുറ്റിപ്പറ്റിയുള്ള പാട്ടുകളെ പുത്തൂരം പാട്ടുകൾ എന്ന് പറയും. പിന്നീട് നേരത്തെ സൂചിപ്പിച്ച തച്ചോളി മാണിക്കോത്ത് വീട് അല്ലേ, അതിലുള്ള പാട്ടുകൾ. ഈ വടക്കൻ പാട്ടുകളിൽ അധികവും തച്ചോളി ഒതേനനെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് എന്ന് പറയുന്നു. തച്ചോളി ഒതേനനെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകളിൽ അധികവും ആയിട്ട് വരുന്നത്. ഇതിൽ പ്രതിപാദ്യമായിട്ട് വരുന്നത് കളരിയാണ്. അടവ്, പയറ്റ്, അംഗം എന്നിവയെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായ വർണ്ണനകൾ നമുക്ക് ഏതിൽ കാണാം? വടക്കൻ പാട്ടിൽ കാണാം. പിന്നെ ഈ വടക്കൻ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ വടക്കൻ പാട്ടുകൾക്ക് ഒരുക്കുശീലകൾ അല്ലേ, കൃത്യമായ താളത്തിലൊക്കെയായിരിക്കും ഈ വടക്കൻ പാട്ടുകൾ ചൊല്ലുക. അപ്പോൾ ഇത്രയാണ് വടക്കൻ പാട്ടുകളെക്കുറിച്ച് ഒരു പ്രാഥമിക വിവരം. പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഈ വടക്കൻ പാട്ടുകളെ 400 തരം പാട്ടുകൾ മലബാർ, അന്നത്തെ മലബാർ കലക്ടറായിരുന്ന, ജില്ലാ കലക്ടറായിരുന്ന പേഴ്സി മക്വീൻ എന്ന് പറയുന്ന വിദേശി ബ്രിട്ടീഷുകാരൻ, അദ്ദേഹമാണ് എന്ത് ചെയ്തത്? കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹമാണ് ഈ വടക്കൻ പാട്ടുകളെ ആദ്യമായിട്ട് കണ്ടെത്തി സമാഹരിച്ചിട്ട് പ്രസിദ്ധീകരിച്ചതൊക്കെ അദ്ദേഹമാണ്. കാരണം നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ പോലെ അല്ലേ, കേരളത്തിൽ മലയാള ഭാഷയ്ക്ക് ഇത്രയധികം സംഭാവന ചെയ്ത വേറൊരാളില്ല, ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം ഒരു പാശ്ചാത്യ മിഷണറി മാരിൽ ഒരാളാണ്. അതേപോലെ മലയാള ഭാഷയെ അന്ന് സ്നേഹിച്ചിരുന്നത് ഇത്തരത്തിൽ വിദേശീയരായ കുറേ ആളുകളാണ്. പേഴ്സി മക്വീൻ, അതേപോലെ ഹെർമൻ ഗുണ്ടർട്ട്, ബെഞ്ചമിൻ ബെയ്ലി അല്ലേ, ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് മലയാളം എന്ന് കാണുന്ന തരത്തിലുള്ള ഒരു മലയാളമായിട്ട് മാറിയത് എന്ന് നമുക്ക് പറയാം
അവരുടെ സേവനങ്ങളെ നമ്മൾ ഒരു കാരണവശാലും എന്ത് പറയാൻ പാടില്ല, മറന്നു പോകാനും പാടില്ല. കാരണം മലയാള പത്രമാസികയുടെ വളർച്ചയിലും അതൊക്കെ നിങ്ങൾ പഠിക്കും. മലയാളത്തിലെ ആദ്യത്തെ പത്രം അല്ലേ, പത്രമാസിക രാജ്യസമാചാരം തലശ്ശേരി ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു അല്ലേ, രാജ്യസമാചാരം നമ്മൾ പഠിക്കും. മാധ്യമ പഠനത്തിലൊക്കെ നമ്മൾ പഠിക്കും. അവിടെ നിന്ന് തുടങ്ങുന്നു ചരിത്രം. അതേപോലെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവിനെ കണ്ടെത്തിയത് പോലും ആരാണ്, കണ്ടെത്തി തന്നത് പോലും ഒരു വിദേശിയാണ് അല്ലേ. പേര് എൻ്റെ നാവിൻ തുമ്പത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെ ഓർക്കുന്നത് അല്ലേ. ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ എഴുത്തച്ഛനെ കുറിച്ചിട്ട് ഇങ്ങനെയൊരു എഴുത്തച്ഛൻ ഉണ്ടായിരുന്നു മലയാള ഭാഷയ്ക്ക് എന്ന് പറഞ്ഞത് ആരാണ്, ഒരു വിദേശിയാണ്, മറ്റൊരു വിദേശിയാണ്. അത്തരത്തിൽ മലയാള ഭാഷയെ വളർത്താൻ ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളാണ് ആര്, ഈ ക്രൈസ്തവ മിഷണറിമാർ അല്ലേ. അവരിവിടെ വന്നത് മതപ്രചരണാർത്ഥമാണെങ്കിലും അവർ എന്ത് ചെയ്തു, അതിനുവേണ്ടി നമ്മുടെ ഭാഷയെ കൂടി വളർത്തി. ഭാഷയിൽ ഇത്തരത്തിൽ ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറയാം അല്ലേ. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങൾ അടുത്ത കോഴ്സിലൊക്കെ പഠിക്കും. ഇത് വേണമെങ്കിൽ ഇതിലൊക്കെ എഴുതി വെക്കാം. നമുക്ക് 400 പാട്ടുകൾ കണ്ടെത്തി. മലബാർ ജില്ലാ കളക്ടറായിരുന്ന പേഴ്സി മക്കീനൊക്കെയാണ് കണ്ടെത്തിയത് അല്ലേ. ഒക്കെ അതുപോലെ വില്യം ലോഗൻ, ഇതൊക്കെ ഒതേനനെ കേരളത്തിലെ റോബിൻ ഹുഡ് എന്നൊക്കെ വിശേഷിപ്പിച്ച ആളാണ് ആര്, വില്യം ലോഗൻ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേര് നമുക്ക് പറയാനുണ്ട് ഈ സമയത്ത് അല്ലെ, വടക്കൻ പാട്ടുകളുടെ ഈ സമയത്ത് പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വടക്കൻ പാട്ടുകൾ നമുക്ക് 400 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. അത് പേഴ്സി മക്കീൻ്റെ ശ്രമഫലമായിട്ടാണ് ഉണ്ടായത്. എന്നാൽ ഒരു പണ്ഡിതർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേടിയിട്ടുള്ളത് മണൽ മാത്രമാണ്, നേടേണ്ടത് മല എന്നതാണ് വടക്കൻ പാട്ടുകളുടെ കാര്യത്തിൽ പണ്ഡിതർ പറയുന്നത്. നേടിയിട്ടുള്ളത് മണൽ, നേടേണ്ടത് മല. അതിനർത്ഥം അല്ലേ, നമ്മൾ വളരെ കുറച്ചേ നേടിയിട്ടുള്ളൂ, ഇനിയും ഒരുപാടുണ്ട്. അത് എവിടെയുണ്ടെന്ന് ഇനിയും പുറത്തു വരാനായിട്ട് അല്ലേ, ഒരുപാട് പാട്ടുകൾ ഇനിയും ഉണ്ട്. അങ്ങനെ തിരഞ്ഞു പോയാൽ ഇനിയും, ചിലപ്പോൾ അന്വേഷിച്ചു പോയാൽ ഇനിയും ഒരുപാട് പാട്ടുകൾ കിട്ടും എന്നാണ് പണ്ഡിതർ പറയുന്നത്. അത് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. നേടിയിട്ടുള്ളത് മണൽ, നേടേണ്ടത് മല എന്ന് ഒരു പണ്ഡിതർ പറഞ്ഞു വയ്ക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വടക്കൻ പാട്ടുകളുടെ കാര്യം. വടക്കൻ പാട്ടുകളുടെ പ്രത്യേകതകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്രപരമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം വളർന്ന് വികസിച്ച ഒരു പാട്ടുകളാണ് ഈ വടക്കൻ പാട്ടുകൾ. ഏത് പ്രദേശത്ത്, ആ വടക്കുള്ള പ്രദേശത്തൊക്കെ അല്ലേ, 3 ജില്ലകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ജില്ലകളായ കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിലാണ് വടക്കൻ പാട്ടുകൾ പ്രചാരത്തിലുള്ളത്. ഇത് നമ്മൾ ഓർത്തു വയ്ക്കണം അല്ലേ. ഭൂമിശാസ്ത്രപരം എന്ന് നമുക്ക് വടക്കൻ പാട്ടുകളെ അതുകൊണ്ട് ആ കാരണം ഒരു പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാം. പിന്നീട് വടക്കൻ പാട്ടുകളുടെ പ്രത്യേകത കഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നു. അതായത് നമ്മൾ നാടൻ പാട്ടുകളാണെങ്കിൽ അത് അവരുടെ ആത്മനിഷ്ഠമാണ് അല്ലേ. അതായത് അവരുടെ ജീവിതം തന്നെ പാടുകയാണ്. ഇപ്പോൾ കൃഷിയിടത്തിൽ അവൻ്റെ ആവലാതികളും അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ വിഷമങ്ങളൊക്കെ അവൻ കൃഷിയിടങ്ങളിൽ പാടുന്നു, അവൻ്റേതായ രീതിയിൽ പാടുന്നു, അവതരിപ്പിക്കുന്നു. അത് മറ്റുള്ളവർ ഏറ്റുപാടുന്നു, പുതിയ വരികൾ ചേർക്കപ്പെടുന്നു, അങ്ങനെ നിരന്തരം പുതുക്കപ്പെടുന്നു അല്ല. അത്തരത്തിൽ ഈ നാടൻ പാട്ടുകൾ ആത്മനിഷ്ഠമാണ്, നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു. അത്തരത്തിൽ പറയാം. അപ്പോൾ കഥയിൽ നിന്ന് നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നതാണിത് നാടൻ പാട്ടുകൾ. നാടൻ പാട്ടുകൾ ഒരു വിവരണമാണ് അല്ലേ. ഇന്നൊരു സംഭവത്തെക്കുറിച്ച്, ഇന്ന അംഗത്തെക്കുറിച്ച്, ഇന്ന അടവുകളെക്കുറിച്ച് ഒരാൾ വിവരിച്ച് നൽകുന്ന തരത്തിലുള്ളത് പോലെയാണ് വടക്കൻ പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. നമുക്കൊരു കഥ പറയുന്ന തരത്തിലുള്ള അല്ലേ, കഥാഗാനങ്ങളാണല്ലോ ഈ വടക്കൻ പാട്ട്. അപ്പോൾ കഥ പറയുന്ന തരത്തിലുള്ള ഒരു അവതരണമാണ് വടക്കൻ പാട്ടുകളുടെ പ്രത്യേകത. മൂന്നാമത്തതും അതാണ്, കഥാകഥന രീതിയിലാണ് അവതരണം. കഥ പറഞ്ഞു തരുന്ന രീതിയിലാണ് വടക്കൻ പാട്ടുകളുടെ അവതരണം.
പിന്നീട് പറയുന്നു, സാമൂഹിക ജീവിതവും സംസ്കാരവും പ്രതിഫലിക്കുന്നവയാണ്. അല്ലേ, അക്കാലത്തുള്ള അവരുടെ ആചാരങ്ങൾ, അവർ ഈ അംഗത്തിന് പോകുമ്പോഴുള്ള പിന്നെ കൃത്യമായ ക്രമമൊക്കെ ഇതിൽ വടക്കൻ പാട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലേ, വെത്തിലയൊക്കെ ദക്ഷിണയൊക്കെ വെച്ച്, അല്ലേ, പരദേവതകളെ തൊഴുതിട്ട്, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് ഈ വടക്കൻ പാട്ടുകൾ പറയുന്നുണ്ട്. പിന്നീട് ഇവരെന്ത് ചെയ്തു, ഈ ചേകോന്മാരും അന്നത്തെ ആൾക്കാരൊക്കെ, ആ കളരിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഈ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. നിമിത്തവുമായിട്ട് എന്തല്ലേ നമ്മളിപ്പം പറയില്ലേ, നിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും. നിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആര്, അന്നത്തെ ജനത. അല്ലേ, നിമിത്തവുമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഈ വടക്കൻ പാട്ടുകളിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ പറയില്ലേ നിമിത്തം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച മുറിച്ച് കടന്നു, അപ്പോൾ അല്ലേ ശകുനമാണോ? അതുപോലെ പല്ലി ചിലച്ചു കഴിഞ്ഞാൽ, അല്ലേ, അതും ഒരു നിമിത്തമാണ്. അല്ലേ, അങ്ങനെ അത്തരത്തിൽ ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഈ വടക്കൻ പാട്ടുകളിൽ കാണുന്ന ഈ വീരന്മാർ. പിന്നെയോ ഒരുക്കുശീലകൾ, കൃത്യമായിട്ടൊരു താളമൊക്കെ ഇതിലുണ്ട്, നമ്മുടെ വടക്കൻ പാട്ടുകൾക്ക് ഉണ്ട്. നല്ല ഈണത്തിൽ, ഏതാണ്ട് അത് ആദ്യം തൊട്ട് അവസാനം വരെ ഏതാണ്ട് ഒരേ ഈണത്തിൽ, നല്ല ഈണത്തിൽ നമുക്കത് കേൾക്കാൻ കഴിയും. പിന്നീടോ അടവും അഭ്യാസവും വർണ്ണിക്കുന്നു. അത് പ്രധാനമാണ്. വടക്കൻ പാട്ടിൻ്റെ പ്രധാന കാര്യം അടവും അഭ്യാസവും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ വർണ്ണിച്ചിട്ട് കാണും, വടക്കൻ പാട്ടുകളിൽ വിവരിച്ചിട്ടുണ്ടാകും. പിന്നീട് ഇവിടെ ഒരു ഡയലോഗ് ബോക്സിൽ നൽകിയിട്ടുണ്ട്, വടക്കൻ പാട്ടുകളിൽ ആവർത്തിച്ച് വരുന്ന സംഖ്യ 7 അല്ലേ, 7 എന്നുള്ള ഒരുപാട് വരികൾ നമുക്ക് വടക്കൻ പാട്ടുകളിൽ കാണാം. 7 കമ്പുള്ള കുട പിടിച്ച് 7 കമ്പുള്ള വടിയെടുത്തു, 7 ആന മതിച്ചു വന്ന പോലെ 7 വട്ടം ചൂതിൽ തോൽക്കുന്നു, 7 തവണ കൂട്ട് തുറന്ന് 7 വട്ടം വെറ്റില ചവച്ചു, 7 അംഗം വെട്ടി ജയിച്ചോരാണേ. ഇങ്ങനെ 7 7 7 7 എന്നുള്ള ക്രമത്തിൽ എന്ത് ചെയ്യും, ആ സംഖ്യ കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നൊരു സംഖ്യ 7 പറയാം. വടക്കൻ പാട്ടുകളുടെ ഒരു പ്രത്യേകതയാണ്, അത് മറന്നു പോകരുത്. അതുപോലെ വർണ്ണനകളുടെ അത്ഭുത ലോകം നമുക്കെന്തിൽ കാണാം, വടക്കൻ പാട്ടുകളിൽ കാണാം. അതായത് എന്തൊക്കെ വർണ്ണിക്കും, അംഗത്തെ വർണ്ണിക്കും, അടവുകൾ വർണ്ണിക്കും, അല്ലേ, അഴക് വർണ്ണിക്കും, ചമയം വർണ്ണിക്കും, അവരെങ്ങനെയാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ കുളി പോലും വർണ്ണിക്കും. അതുപോലെ കുറി, ഊണ്, ഉറക്കം, പോക്കുവരവ്, കഥാനായകന്മാരുടെ ജനനം, അല്ലേ, പിന്നെ പയറ്റ്, എഴുത്ത്, വിവാഹം, മരണം പോലും വർണ്ണനയ്ക്ക് ആധാരമാണ്. അത്തരത്തിൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വടക്കൻ പാട്ടുകളിൽ ഇങ്ങനെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വടക്കൻ പാട്ടും കഥാഗാനങ്ങളും, നാടൻ പാട്ടും വടക്കൻ പാട്ടും, ഇവ മൂന്നുമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൽ കൃത്യമായിട്ട് ഈ നാടൻ പാട്ടിൻ്റെ കാലഗണന നമുക്ക് ഒരിക്കലും ഒരു തരത്തിലും നമുക്ക് കിട്ടാൻ വഴിയില്ല. ഒരു തരത്തിൽ നമുക്ക് നാടൻ പാട്ടുകളുടെ കാലഗണന അല്ലെങ്കിൽ കാലഘട്ടം നമുക്കൊരു കാരണവശാലും നമുക്ക് കിട്ടില്ല. അല്ലേ, അതിൻ്റെ ഉൽപ്പത്തി അന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമായൊരു ജോലിയാണ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു കലാരൂപത്തിൻ്റെ ഉൽപ്പത്തി നമ്മൾ അന്വേഷിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഊന്നിയിട്ടാണ് ഒരു കലാരൂപത്തിൻ്റെ കാലപ്പഴക്കം നമ്മൾ നിർണ്ണയിക്കുക. അതായത് അതിൻ്റെ സ്ഥലം, അത് രൂപം കൊണ്ട സ്ഥലം, അതിൻ്റെ കാലഘട്ടം, ഏത് കാലഘട്ടത്തിലാണ്, പിന്നെ വസ്തുതകളുടെ അടിസ്ഥാനം. ഈ 3 കാര്യങ്ങൾ ഊന്നിയിട്ടാണ് ഒരു കലയെ ആയിക്കോട്ടെ, ഒരു നാടൻ പാട്ടിനെ ആയിക്കോട്ടെ, എന്തിനേയും നമ്മൾ അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുക ഈ രീതിയിലാണ്. ഈ രീതിക്കൊരു പേരുണ്ട്, അതിന് പറയുന്ന പേരാണ് ഫിന്നിഷ് രീതി. ഇത് നാടൻ പാട്ടുകളുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് കൃത്യമായ സ്ഥലവും കാലവും ഒന്നും നാടൻ പാട്ടുകളിൽ നമുക്ക് കിട്ടുന്നില്ല. അല്ലേ, പിന്നെ വസ്തുതകൾ,
അല്ലേ, തെളിവുകളൊന്നും തന്നെ നാടൻ പാട്ടുകളുടെ കാര്യത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ ഫിന്നിഷ് രീതി ഈ നാടൻ പാട്ടുകളുടെ കാര്യത്തിൽ പരാജയപ്പെടുന്നു. ഇനി അഥവാ നാടൻ പാട്ടുകളിൽ നിന്ന് ഏതെങ്കിലും വസ്തുതകൾ കിട്ടിയാൽ തന്നെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഫിന്നിഷ് രീതി നാടൻ പാട്ടുകളുടെ ഉൽപ്പത്തി അല്ലെങ്കിൽ അതിൻ്റെ പഴക്കം നിർണ്ണയിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ ചില തരത്തിൽ കഥാഗാനങ്ങൾ, അല്ലേ, കഥാഗാനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റും. കാരണം വടക്കൻ പാട്ടുകൾ കഥാഗാനങ്ങളാണല്ലോ, അതിന് സ്ഥലമുണ്ടല്ലോ, കൃത്യമായിട്ടൊരു ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ന സ്ഥലത്താണ്, ഇന്ന തറവാടാണ്, അല്ലേ, വടകരയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള കൃത്യമായ തെളിവ് നമുക്ക് തരുന്നുണ്ട്. അതന്വേഷിച്ച് പോകുമ്പോൾ ആ തെളിവുകൾ ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അതേപോലെ കാലഘട്ടം, അല്ലെ, ഏത് കാലഘട്ടത്തിലാണെന്നുള്ള അത് വടക്കൻ പാട്ടുകളിലെ പല വരികളിലും അവരുടെ കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്ര ആണ്ടിലാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള തെളിവുകൾ വടക്കൻ പാട്ടുകൾ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തുതകൾ ഒരുപാട് നമുക്ക് ഇതിൽ കാണാം ഈ വടക്കൻ പാട്ടുകൾ പോലെയുള്ള കഥാഗാനങ്ങളിൽ. അപ്പോൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഫിനിഷ് രീതി എന്ന് പറയുന്നത് ഈ കലാരൂപങ്ങളുടെയും പാട്ടുകളുടെയൊക്കെ കാലഗണന അളക്കുന്ന ഒരു രീതിയാണ്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കാം. അപ്പോൾ അത് നമ്മുടെ നാടൻ പാട്ടുകളുടെ കാര്യത്തിൽ പരാജയപ്പെടും. എന്നാൽ കഥാഗാനങ്ങളുടെ കാര്യത്തിൽ അത് വിജയമാണെന്ന് തന്നെ പറയാം. കാരണം ഈ ഫിനിഷ് രീതി എന്ന് പറയുന്നത് 3 കാര്യത്തിലൂന്നിയുള്ള ഒരു പരിശോധനയാണ്. അത് ഒന്ന് സ്ഥലം, കാലം, വസ്തുത, 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ ഫിനിഷ് രീതി. അപ്പോൾ അത് നമുക്ക് കഥാഗാനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയും, അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാടൻ പാട്ടുകൾ എന്താണെന്നും കഥാഗാനങ്ങൾ എന്താണെന്നും ഉള്ള കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നേരെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരോമൽ ഉണ്ണിയുടെ അംഗപ്പുറപ്പാടാണ്, അല്ലേ. ആരോമൽ ഉണ്ണിയുടെ അംഗപ്പുറപ്പാട്, ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. MR രാഘവ വാര്യർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നാടൻ പാട്ടുകളെക്കുറിച്ച്, വടക്കൻ പാട്ടുകളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായവും എന്തൊക്കെയാണ്, വടക്കൻ പാട്ട് എന്താണ്, അല്ലേ, അതിൻ്റെ ശീലുകൾ, വരികൾ, അല്ല, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നാടൻ പാട്ടുകളിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധയോടെ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ശ്രവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.